ഹലോ ടീച്ചറെ. ആ മാഷേ എന്തെല്ലാണ്? ഓ, ഞാൻ വിളിച്ചേ മറ്റന്നാളത്തെ ടൂറിന് ടീച്ചർ വരുന്നില്ലേ? ഞാന് വരുന്നില്ലാന്ന് വിചാരിക്കുന്നു. എനക്കൊരു മൂടില്ല മാഷേ. അതെന്താ മൂടില്ലാതെ? ഇല്ലാന്ന് പറഞ്ഞാല് ഒരുമിച്ച് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ടന്നെ. അതുകൊണ്ടാ? ഉം. അല്ല, അതിപ്പോ ടീച്ചർ പോകുന്നുണ്ടെങ്കിലേ ഞാനും ഉള്ളൂ. അതറിയാൻ വേണ്ടി ഞാൻ ടീച്ചറോട് ചോദിച്ചു. ടീച്ചർ എന്തോ പിന്മാറി നിൽക്കുന്നു, വരുന്നില്ല എന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന്. മാഷും കൂടി പോകഞ്ഞാല് ശരിയാവുക? അല്ല അല്ല ആരുമില്ല. അത് പക്ഷെ നമുക്ക് വേറെ ആരെങ്കിലും ഏൽപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഐഡിയ പറയട്ടെ. ആ, എന്താ ഏരിയ? ടീച്ചർക്ക് എന്തായാലും മൂടില്ല എന്നല്ലേ പറഞ്ഞേ. ഉം. നമുക്ക് അവര് സ്കൂളിൽ നിന്ന് പോയിട്ടാകുമ്പോ നമുക്ക് രണ്ടു മൂന്ന് അവർ മൂന്ന് നാല് ദിവസം എടുക്കും തിരിച്ചു വരാൻ. ആ. നമുക്ക് വേറെ ഒറ്റക്കൊരു ടൂർ പോയാലോ? ഉം. ഓ ഉം. മാഷ, ഐഡിയ നല്ല ഐഡിയ തന്നെ. ഐഡിയ ഒക്കെ നല്ലതന്നെ. പക്ഷെങ്കില് വീട്ടിൽ നിന്ന് ടൂറിന് പോയി എന്നുള്ള ഇതിൽ പറയണം. എനിക്കും പറയണം, ടീച്ചറെ വീട്ടിൽ അങ്ങനെ തന്നെ പറയണം. ആ, നല്ലൊരു കാര്യമാണ് മാഷ് പറഞ്ഞത് കേട്ടാ. ആ, നമുക്ക് നന്നായിട്ട് മൂടൊക്കെ ഉണ്ടാക്കിയിട്ട് വരാലോ. ഉം. മറ്റേ ഒരുമിച്ച് പോയിട്ട് കുറെ മാഷും ടീച്ചറും കുട്ടികളെല്ലാം ആയിട്ട് നമുക്കൊന്നും മിണ്ടാൻ വരെ പറ്റൂല. ആ, അതെനിക്കും തോന്നിയില്ലേ. പിന്നെ ടീച്ചർ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ വെച്ചിട്ടാണ് ഞാനും വരാൻ നേരിട്ടത്. ടീച്ചർക്ക് ഇങ്ങനെ ഒരു മൂടില്ലാത്ത അവസ്ഥ വന്നതുകൊണ്ട് ഉം. നമുക്കൊന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യാലോ. അല്ല, എന്നിട്ട് മാഷ് എവിടെ പോകാനാ? കുറച്ച് അത് ടീച്ചർ തണുപ്പുള്ള പറ സ്ഥലമാണെങ്കിൽ നല്ലതേനും കേട്ടോ. അത് ടീച്ചർ പറഞ്ഞു, എവിടെ വണ്ടിക്കും പോവാം. ഉം. തണുപ്പോ ചൂടോ ഉള്ള ഏത് സ്ഥലത്തേക്ക് വണ്ടിക്കും പോവാം. എന്താ? ആ, മാഷൻ തീരുമാനിക്ക്, ഒറ്റക്ക് എന്നാ എടുക്കണ്ടല്ലോ. പിന്നെ എന്നാ പിന്നെ നല്ല തണുപ്പുള്ള സ്ഥലത്ത്. ആ, അങ്ങനെ ആയിക്കോട്ടെ. ഇപ്പൊ ആകുമ്പോൾ ചെറിയ ചാറ്റൽ മഴയും നല്ല തണുപ്പൊക്കെ ആയിരിക്കും. ഉം. ഉം. അപ്പൊ പിന്നെ ടീച്ചർക്കുള്ള മൂടൊക്കെ ഞാനങ്ങ് ശരിയാക്കി തരാം. മൂട് ശരിയാക്കാനല്ലെങ്കിലും മാഷ് ഉഷാറാ. ആ, അതന്നെയാ പറഞ്ഞത്. അപ്പൊ എത്ര ദിവസത്തെ ട്രിപ്പാണ്? 4 ദിവസം തന്നെയല്ലേ? 4 ദിവസം നമ്മുടെ സ്കൂൾ ബസ് വരുന്ന അതേ സമയത്ത് തന്നെ അന്നന്നെ തിരിച്ചെത്തുന്ന രീതിയിലുള്ള നമുക്ക് പ്ലാൻ ചെയ്യാം. ആ, അങ്ങനെ എത്തണം, അല്ലെങ്കിൽ സ്കൂളിൽ ഉം. ഇതായിരിക്കും. ഇല്ല പിന്നെ എല്ലാം കൊളാവൂലേ. ഉം. നമുക്കൊരു കാര്യം ചെയ്യാം. ഉം. ഉം. ഇവര് പോകുന്നത് എവിടേക്കാ? നമുക്ക് ആ റൂട്ടിൽ പോകണ്ട. നമുക്ക് ഊട്ടി കൊടൈക്കനാൽ വഴി അങ്ങനെ വെച്ചങ്ങ് പിടിച്ചാലോ? ആ, അങ്ങനെ പോകാം. മാഷ വണ്ടി എടുക്കൂലേ അല്ലേ? മാഷ ആ, അതിലേ ഞാൻ പോകാം. എന്റെ വണ്ടി എടുക്കാന്നാണ് ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം. ആ, അങ്ങനെ അതാകുമ്പോ അധികം കുലുക്കമെന്ന് പറയാൻ നല്ല സുഖത്തിൽ അങ്ങനെ ഒഴുകി പോയിട്ട് വരാം. എനിക്ക് ദൂര ട്രിപ്പൊന്നും പോകണ്ട. നമുക്ക് നല്ലൊരു ഹോട്ടലിൽ എവിടെയെങ്കിലും താമസിച്ചാലും മതി. നല്ല തണുപ്പുള്ള സ്ഥലത്ത്. നമുക്ക് അങ്ങനെ റൂം എടുക്കാം. പക്ഷെ എന്നാല് അല്ല അല്ല ഞാൻ വെറുതെ പറഞ്ഞു, നമുക്ക് പോവാം. ഊട്ടിയിൽ അവിടെയും പോയിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് അത് അതിനൊരു പ്രത്യേക രസമുണ്ടല്ലോ. ടീച്ചറെ മൂഡ് അങ്ങ് ഓടിക്കോളൂല്ലോ. പിന്നെ മാഷക്ക് നല്ല മൂടാന്നിട്ടല്ലേ? എനിക്ക് നല്ല മൂടാണ്. പക്ഷെ അതില് ടീച്ചർക്ക് മൂടില്ല എന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു, തിരുവനന്തപുരം ഭാഷയിലെ മൂട് എന്ന് പറഞ്ഞ സ്ഥലം മാറിയ അത് ആ മൂട് ആവശ്യത്തിനുണ്ടല്ലോ ഇങ്ങനെ ആലോചിച്ചു ടീച്ചർക്ക്. ടീച്ചറെ മൂട് നല്ല മൂടാ. മാഷ അല്ലെങ്കിലും തമാശ പറയാൻ ആള് ഉഷാറാണ്. തമാശ ടീച്ചർക്കേ തോന്നുന്നു തമാശ. എനിക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയാൻ പറ്റൂല. എന്തേ? അവർക്ക് മനസ്സിലാവണ്ടേ ഇത് തമാശയാണെന്ന്. ഇങ്ങനെ എന്തെങ്കിലും ഇല്ല കുറവാന്ന് പറഞ്ഞാൽ അത് വലിയ കുറ്റായിട്ട് പറഞ്ഞാളി. മാഷ എന്നോട് എത്ര തമാശ വേണ്ടിക്കും പറഞ്ഞു. അല്ല പിന്നെ ഞാൻ ടീച്ചറോടല്ലേ തമാശ പറയാറുള്ളൂ. നമുക്കപ്പോ എന്ത് പറയാം, നമ്മള് എവിടെ പോയാലും നമ്മളെ ഈ കാര്യങ്ങൾ പരിപാടി ഇല്ലാത്ത ഒരു ദിവസവും ഉണ്ടാകാൻ പാടില്ല. മാഷ അതിനല്ലേ കൂട്ടി പോന്നു. ടീച്ചർക്ക് വേറെ മറ്റേ സംഭവം ഒന്നും അടുത്ത് വന്നിട്ടൊന്നുമില്ലല്ലോ.
അതൊന്നും ആയില്ല. അതില്ലാതൊരു സമയാണെങ്കിലും രക്ഷപ്പെട്ട്. എന്താ അതല്ല ഇനി അടുത്ത മാസം ഇല്ല. അതേതായാലും നന്നായിരിക്കും. അതായിരുന്നു പേടി. ഇനി ടീച്ചറൊക്കെ ഇനി മൂടില്ലാത്തത് അതുകൊണ്ടാണോ? അതൊന്നും ഉണ്ടോന്നല്ല, മൂടില്ലാത്തത് ഇതന്നെ കാരണം. എല്ലാരും ഒരുമിച്ച് പോയിട്ട് എന്ത്. അപ്പൊ എന്റെ അതേ ചിന്താഗതി തന്നെ. എല്ലാരും ഒരുമിച്ച് പോയാലും ശരിയാവില്ല ടീച്ചർ. നമുക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങള് ഇപ്പൊ നടക്കണ്ടേ? അല്ലേ? അല്ല ഇപ്പൊ അവിടെ വീട്ടില് തനിച്ചാണോ സംസാരിക്കുന്നതിനും കേൾക്കുന്നുണ്ടോ? പ്ലാനിങ് പൊളിയായിരുന്നു. ഇല്ല പ്ലാനിങ് പൊളിയ. ഏതാ മാഷ് ധൈര്യമായിട്ട് പറഞ്ഞു. ഞാൻ ധൈര്യമായിട്ട് തന്നെയാ പറയുന്നത്. പക്ഷേ ടീച്ചറെ ധൈര്യം പോകരുത് അവർ. പിന്നെ ഞാൻ പറയാ. പിന്നെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ, ഫുൾ ടൈം കളിയിലാണ് ശ്രദ്ധ. സ്ഥലങ്ങളൊക്കെ പിന്നെ ഒരു പേര്, സ്ഥലമൊക്കെ കുറെ തവണ കണ്ട സ്ഥലങ്ങളല്ലേ. ടീച്ചറിനെ പോയിട്ടുണ്ടാവില്ല ഈ കുറെ സ്ഥലത്തൊക്കെ. അപ്പൊ സ്ഥലം കാണണമെന്നില്ല, കുറച്ച് ദിവസം. തന്നെയാണ് എന്റെയും ലക്ഷ്യം. ടീച്ചർ ഒരുമിച്ചിട്ട് ഇങ്ങനെ ഇപ്പൊ ഈ സമയത്താണ്ട് അധികം ആൾക്കാരും അവരൊക്കെ കാണും. പക്ഷെ ഒരു ഐഡിയ പറയാം. കാര്യം നിർത്തിട്ട് വരണ്ട, ചുരിദാറും ഷോളൊക്കെ തലയിർപ്പിച്ച് പോവാം. പെട്ടെന്ന് ആൾക്കാർ കണ്ടാൽ മനസ്സിലാവില്ല. ഇപ്പം ക്ലാസ്സൊന്നും സ്കൂളിൽ നിന്ന് അധികം ഒന്നും പറയാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരും കണ്ണപ്പെടാതെ ഇങ്ങനെ ഒപ്പിച്ച് പോകുന്നതന്നെ എന്തോ ഭാഗ്യം. അല്ല, ഇത് നല്ലൊരു അവസരമാണ്. ഇത് സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നോണ്ട് നല്ലൊരു അവസരമാണ് നമുക്ക്. അതെ, അതുകൊണ്ട് തന്നെ എന്റെയും മനസ്സിൽ തന്നെയായിരുന്നു. കാരണം ടീച്ചർ അത് എന്ത് പറയുന്നുള്ളതെല്ലാം ഞാൻ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് ടീച്ചറും പറയുന്നത്. മൂടില്ല. മാഷും അതന്നെ ആഗ്രഹിച്ചല്ലേ. പിന്നല്ല, ഞാൻ ഒന്നാമത്തിൽ ടീച്ചർ ടൂർ പോകുന്നുണ്ട്, എന്തായാലും ഞാൻ കൂട്ടത്തിൽ വരാമെന്ന് വിചാരിച്ചത് തന്നെയാണ്. ചോദിച്ചു. പിന്നെ ആരോ പറയുന്നുണ്ട് ടീച്ചർ വരുന്നില്ല എന്ന് തോന്നുന്നു, അങ്ങനെ പറഞ്ഞു. അതാണ് പിന്നെ കറക്റ്റ് പ്ലാനിങ് നടത്താറ് വിളിച്ച് വെച്ചിട്ട് വിചാരിച്ചു. ഞാൻ മാഷെ വിളിക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ മാഷ പോകുന്നുണ്ട് പോട്ടേന്ന് വിചാരിച്ചു. പിന്നെ ടീച്ചറെ വേറെ നമ്മൾ ഇതിന്റെ ഇടയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ല, ഇടനിലക്കാരെ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതൊന്നും വേണ്ട. അതൊന്നും ആവശ്യമില്ല. ടീച്ചർക്ക് പേടിയൊന്നുമില്ലല്ലോ. പിന്നെ അവിടെ എത്തിയിട്ട് അയ്യോ അത് വേണമായിരുന്നു പറയരുത്. അതൊന്നുമില്ല മാഷെ. അവിടെ പിന്നെ യാത്ര നമ്മൾ പുറപ്പെട്ടു ടീച്ചറും മാഷൊന്നും ഇല്ല കേട്ടോ. 2 കളിക്കൂട്ടുകാർ മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മളെ ബോർഡർ വിട്ടു കഴിഞ്ഞാൽ പിന്നെ കളിച്ചുകൊണ്ടുള്ള യാത്രയായിരിക്കും. ഓക്കെ, നമുക്ക് ഓരോ ദിവസം ഓരോ സ്ഥലത്ത് താമസിക്കാം. ഒരേ സ്ഥലത്ത് തന്നെ ഒരേ സ്ഥലത്ത് തന്നെ താമസിക്കണ്ടാവും. എല്ലാം മാഷക്ക് വിട്ടു. അപ്പൊ ഓക്കെ, ബാക്കി നമുക്ക് നാളെ നേരിട്ട് പ്ലാൻ ചെയ്യാം. ഇത് ഇനി ആരോടും പറഞ്ഞേക്കണ്ടേ? അയ്യോ, അങ്ങനെ പറയൂ.